ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും അമേത്തിയിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. റായ്ബറേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയും അമേത്തിയിൽ നിന്ന് കിഷോർ ലാൽ ശർമ്മയുമാണ് സ്ഥാനാർത്ഥികളായി ഇന്ന് നോമിനേഷൻ കൊടുത്തത്. ഈ രണ്ട് മണ്ഡലങ്ങളിലും നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അവസാന തീയതിയായിരുന്നു ഇന്ന്. മെയ് 20-നാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ചർച്ചകളാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ആര് സ്ഥാനാർത്ഥിയായിരിക്കും എന്നതിനെക്കുറിച്ച്. ഇപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായി. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജനവിധി തേടുന്നു. റായ്ബറേലി എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിയാണ് നിലവിൽ അവിടുത്തെ സിറ്റിംഗ് MP. കഴിഞ്ഞ തവണ 1.5 ലക്ഷം വോട്ടുകൾക്കാണ് വിജയിച്ചത്. അവർ നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിക്കുകയും രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ അംഗമായി ഓൾറെഡി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി മാറുന്നു. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അമേത്തിയിൽ കിഷോർ ലാൽ ശർമ്മ എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്നുള്ള അദ്ദേഹം 1983-ൽ രാജീവ് ഗാന്ധിക്കൊപ്പം പ്രവർത്തനത്തിന് വേണ്ടി റായ്ബറേലിയിലെത്തി അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. റായ്ബറേലിയിലും അമേത്തിയിലും ഗാന്ധി കുടുംബത്തിൻ്റെ അവരുടെ പാർലമെന്റ് മെമ്പർമാർ എന്ന നിലയിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് അത് കിഷോർ ലാൽ ശർമ്മയായിരുന്നു. അദ്ദേഹത്തിന് വലിയ വ്യക്തിബന്ധങ്ങൾ രണ്ട് മണ്ഡലങ്ങളിലുണ്ട്, റായ്ബറേലിയിലുമുണ്ട് അമേത്തിയിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ മണ്ഡലവുമായി ഏറ്റവും ബന്ധമുള്ള KL ശർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഏതായാലും റായ്ബറേലി എന്ന് പറയുന്നത് നിലവിൽ SP-യുമായി സഖ്യത്തിൽ മത്സരിക്കുന്നതുകൊണ്ട്, ഇന്ത്യ മുന്നണി സഖ്യമായി ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ റായ്ബറേലിയിലെ 5 MLA-മാരും SP-യുടെ MLA-മാരാണെന്നിരിക്കെ അവിടെ ഈസി വാക്കോവർ എന്ന് പറയുന്നത് പോലെ നല്ല ഒരു വിജയം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. റായ്ബറേലിയിൽ അദ്ദേഹം ഒരുപക്ഷെ ജയിച്ചാൽ ഒരുപക്ഷെ വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്നാൽ അമേത്തിയെക്കുറിച്ചാണ് അതിനേക്കാൾ. അമേത്തിയിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നടത്തിയത് ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് എന്ന് പറയേണ്ടി വരും. കാരണം ആ മണ്ഡലവുമായി ഏറ്റവും അധികം കാലത്തെ ബന്ധമുള്ള, അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന, കാരണം ഗാന്ധി കുടുംബം എന്ന് പറയുമ്പോൾ അവർ ദേശീയ നേതാക്കളായതുകൊണ്ട് തന്നെ വളരെ തിരക്കുള്ള ആളുകളായതുകൊണ്ട് അവരെപ്പോഴും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാറില്ല. ആ ഒരു കുറവ് നികത്തി മണ്ഡലം കേന്ദ്രീകരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ KL ശർമ്മ. അദ്ദേഹത്തെ തന്നെ അമേത്തിയിൽ സ്ഥാനാർത്ഥിയാക്കി സ്മൃതി ഇറാനി എന്ന് പറയുന്ന അവിടെ നിരന്തരമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്രമന്ത്രിയെ തോൽപ്പിക്കാനുള്ള കോൺഗ്രസിൻ്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് അത് വിജയകരമാകും എന്നാണ് തോന്നുന്നത്. കാരണം പൊതുവെ നമ്മൾ മുൻപ് കരുതിയതുപോലെയല്ല. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ 400 സീറ്റിൻ്റെ മുകളിൽ BJP നേടും എന്ന നിലയിൽ നരേന്ദ്രമോദി നടത്തിയ പ്രചരണം, ആ പ്രചരണത്തോട് കൂടെ നിൽക്കുന്ന രീതിയിലാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ എല്ലാ റിപ്പോർട്ടുകളും പുറത്തു കൊണ്ടുവരുന്നത്. നമുക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത് അതാണ്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ സാഹചര്യം. നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ ജനവികാരം നിലനിൽക്കുന്നുണ്ട്. UP-യിൽ ഉൾപ്പെടെ ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ BJP വലിയ തിരിച്ചടി നേരിടും എന്ന് ഇപ്പോൾ നിരീക്ഷകർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അമേത്തിയിൽ ഒരു മികച്ച, ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അവർ രാഹുൽ ഗാന്ധിയോട് ഒരു പേടിയാണോ എന്നൊക്കെ ചോദിച്ച് മറ്റൊരു നരേറ്റീവ് ഉണ്ടാക്കിയെടുത്തിട്ട് വളരെ തന്ത്രപരമായി അവർ കുഴിച്ച അജണ്ടയിലേക്ക്, അവർ ഉണ്ടാക്കിയ അജണ്ടയിലേക്ക് കോൺഗ്രസ് വന്ന് വീഴും എന്ന് കരുതിയാണ് അവർ കാത്തിരുന്നിരുന്നത്. എന്നാൽ ഇന്ന് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും തകർന്നുടഞ്ഞിരിക്കുന്നു. KL ശർമ്മ എന്ന് പറയുന്ന ആ മണ്ഡലവുമായി ഏറ്റവും വ്യക്തിബന്ധമുള്ള ഒരാളെ തന്നെ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കുക വഴി അമേത്തിയിൽ ശക്തമായൊരു പോരാട്ടം നടക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിൽ പൊതുവെ നിലനിൽക്കുന്ന ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള BJP-ക്കെതിരായിട്ടുള്ള ഈ ജനവികാരം കൂടി കണക്കിലെടുക്കുമ്പോൾ വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെയും ഒരു ശക്തിദുർഗമായ അമേത്തിയിൽ താൽക്കാലികമായി കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി വിജയിച്ചെങ്കിലും ഇത്തവണ അതിനുള്ള സാധ്യതകൾ അടയുകയാണ്. അതിശക്തമായ പോരാട്ടം KL ശർമ്മ നടത്തും. എനിക്ക് തോന്നുന്നു റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒരു ചലനമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടി എന്ന പ്രചരണം വരുന്ന 5 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും BJP ഉയർത്തുമായിരുന്നു. അതിനെ തടയിടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വളരെ തിരക്കുള്ള ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ നിലവിലെ സാഹചര്യത്തിൽ അമേത്തിയിൽ പോയി മത്സരിക്കുന്നത് ആത്മഹത്യാപരമാണ്. കാരണം അവിടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ ജയിക്കാൻ കഴിയുള്ളൂ. കാരണം അവിടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് ബേസിലാണ് അവിടെ BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അത്ര നല്ലതല്ല. എന്നാൽ റായ്ബറേലിയിൽ മത്സരിക്കുക വഴി നോർത്ത് ഇന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധി കൂടുതൽ അവിടുത്തെ ജനങ്ങൾക്ക് ഊർജ്ജം പകരുന്ന രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല, അദ്ദേഹം വളരെ ശക്തമായി അവിടെ പോരാടുന്നു എന്ന ഒരു കാര്യം ജനങ്ങളോട് വിളിച്ചു പറയാൻ റായ്ബറേലിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രധാനം അമേത്തിയിൽ KL ശർമ്മ എന്ന് പറയുന്ന
ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനെ തന്നെ, എന്നാൽ ആ മണ്ഡലവുമായി ഏറ്റവും ബന്ധമുള്ള ആളെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. BJPയുടെയും സ്മൃതി ഇറാനിയുടെയും എല്ലാ പ്ലാനുകളും പൊളിഞ്ഞിരിക്കുന്നു. കണ്ടം വഴി ഓടാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വലിയ ഒരു പോരാട്ടം നടക്കും. വിജയം KL ശർമ്മക്കൊപ്പമായിരിക്കും. വലിയ പോരാട്ടം നടക്കുമെന്നൊക്കെ തർക്കമല്ല. നമ്മൾ ഒറ്റടിക്ക് അവിടെ സ്മൃതി ഇറാനി തോൽക്കുമെന്ന് പറയുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് 2014 അവർ രാഹുൽ ഗാന്ധിയോട് തോറ്റതിന് ശേഷം 5 കൊല്ലവും ഇപ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ 5 കൊല്ലവും കഴിഞ്ഞ 10 വർഷമായി അമേഠിയിൽ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സ്മൃതി ഇറാനി. രാഷ്ട്രീയമായ എതിർപ്പുകൾക്കപ്പുറം അങ്ങനെയുള്ള ഒരാളെ ഒരു പോരാട്ടം നടത്തി, അവരുടെ അജണ്ടയിൽ വീഴാതെ ഒരു പോരാട്ടം നടത്തി തോൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് പഞ്ചാബി ആയിട്ടുള്ള KL ശർമ്മ എന്ന് പറയുന്ന പഴയ യൂത്ത് കോൺഗ്രസ്സുകാരൻ.